സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. വണ്ടൂർ ടൗണിലെ രൂക്ഷമായ ട്രാഫിക് ബ്ലോക്കിന് ശാശ്വത പരിഹാരം കാണാൻ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ട്രാഫിക് ക്രമീകരണങ്ങളുടെ ക്രെഡിറ്റ് തങ്ങളുടേത് മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ ഒരു പ്രത്യേക സംഘടന ശ്രമിക്കുന്നതായി ആക്ഷേപം. ഇത് തികച്ചും അപലപനീയമാണെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികൾ പറഞ്ഞു. വണ്ടൂർ ടൗണിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിരന്തരമായി പഞ്ചായത്ത് അധികൃതർക്കും പോലീസ് സ്റ്റേഷനിലും PWD വിഭാഗത്തിലും പരാതികൾ നൽകിയിരുന്നു. അന്നത്തെ MLAയ്ക്കും നിലവിലെ മന്ത്രിക്കും ഉൾപ്പെടെ നിരവധി തവണ സംഘടന നേരിട്ട് പരാതി നൽകിയിട്ടുള്ളതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വണ്ടൂർ ടൗണിലെ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് കുറേ കാലങ്ങളായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ ട്രാഫിക് ബ്ലോക്കിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്കും പോലീസ് സ്റ്റേഷനിലും PWDയിലും അന്നത്തെ MLAയ്ക്കും നിലവിലെ മന്ത്രിക്കും പരാതി കൊടുക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KT ശംസുദ്ദീൻ്റെ അധ്യക്ഷതയിൽ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ 2 വ്യാപാര സംഘടനകളും ബസ് ഓണേഴ്സ് അസോസിയേഷനും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷനും ട്രോമ കെയർ അടക്കമുള്ള സംഘടനകളുടെ മീറ്റിങ്ങിൽ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വണ്ടൂരിലെ നിലവിലെ ട്രാഫിക് സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ഒരു സംഘടന ഈ ട്രാഫിക് സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ സംഘടന ഇടപെട്ട് നേടിയെടുത്തതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. ഇത് തീർത്തും അപലപനീയമാണ്. കാരണം ഈ ട്രാഫിക് ബ്ലോക്കിൻ്റെ രൂക്ഷമായ ഈ ഘട്ടത്തിൽ ഇതിൽ നിന്നും വണ്ടൂരിലെ വ്യാപാരികൾക്കും കാൽനടയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും മോചനം ഉണ്ടാകുന്നതിന് വേണ്ടി വണ്ടൂരുമായി പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ, അതിൽ വ്യാപാര സംഘടനകളുണ്ട്, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ട്, നിരവധി സംഘടനകൾ നിരവധി തവണ പരാതി കൊടുത്തതിൻ്റെ ഫലമായാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിന് മുന്നിട്ടിറങ്ങുകയും ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് ഒരു മീറ്റിംഗ് വിളിച്ച് അതിൽ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ട്രാഫിക് സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി ഒരു സംഘടന ശ്രമിക്കുകയുണ്ടായി എന്നത് തീർത്തും വളരെയധികം അപലപനീയമാണ് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇതേ തുടർന്ന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ശംസുദ്ദീന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. ഈ മീറ്റിംഗിൽ വണ്ടൂരിലെ 2 പ്രധാന വ്യാപാര സംഘടനകൾ ബസ് ഓണേഴ്സ് അസോസിയേഷൻ, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ, ട്രോമ കെയർ തുടങ്ങിയ വിവിധ ജനകീയ വ്യാപാര സംഘടനകൾ പങ്കെടുത്തു. എല്ലാവരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഉയർന്നു വന്ന പൊതുവായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വണ്ടൂർ ടൗണിൽ പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളതെന്നും എന്നാൽ ഈ കൂട്ടായ തീരുമാനത്തിന്റെ ഫലമായി ഉണ്ടായ നേട്ടങ്ങളുടെ ഉത്തരവാദിത്വവും ക്രെഡിറ്റും തങ്ങളുടെ സംഘടനയുടെ മാത്രം ഇടപെടൽ കൊണ്ടുണ്ടായതാണെന്ന് അവകാശപ്പെട്ട് ഒരു വിഭാഗം രംഗത്ത് വരുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ വലിയ നേട്ടത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി യൂസഫ് തന്നാടൻ, ട്രഷറർ മുജീബ് അലിസൺ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.